ക്യാൻസർ രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണ ഭാഗമായി നിർമ്മിച്ച വൈറ്റ് ഡ്രോപ്സ് എന്ന ഹ്രസ്വചിത്രത്തിന്റെ ആദ്യ പ്രദർശനം തിരുവനന്തപുരം കലാഭവൻ തിയേറ്ററിൽ നടന്നു. മന്ത്രി കെ എം മാണി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ക്യാൻസർ രോഗത്തിൽ നിന്ന് മുക്തി നേടിയ മാഹിർ ഖാനാണ് ചിത്രത്തിലെ നായകൻ. കാരുണ്യ ലോട്ടറിയുടെ സഹകരണത്തോടെ നിർമ്മിച്ച വൈറ്റ് ഡ്രോപ്സ് ക്യാൻസർ രോഗം പിടിപെട്ട് പൂർണ്ണമായി സംസാരശേഷി നഷ്ടമായ യുവാവ് പിന്നീട് രോഗമുക്തി നേടി ജീവിതത്തിലേക്ക് തിരിച്ചുവരുന്ന കഥയാണ് പറയുന്നത്. സിനിമ സീരിയൽ താരമായ മാഹിർ ഖാന്റെ ജീവിതത്തിൽ സംഭവിച്ചത് തന്നെയാണ് അദ്ദേഹം നായകനായ ചിത്രത്തിന്റെ പ്രമേയം. ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം കലാഭവൻ തിയേറ്ററിൽ മന്ത്രി കെ എം മാണി ഉദ്ഘാടനം ചെയ്തു. നമുക്കൊരു വിശ്വാസമുണ്ട്, ക്യാൻസർ വന്നാൽ അയ്യോ രക്ഷയില്ല, നിരാശയോടുകൂടി അതിന് കീഴടങ്ങുകയാണ്. അങ്ങനെയല്ല, ക്യാൻസർ ഭേദമാക്കാവുന്ന ഒരു രോഗമാണ് എന്നുള്ളതിൻ്റെ നമുക്ക് അതിനെപ്പറ്റിയുള്ള അവബോധം ജനങ്ങളുണ്ടാകും. ഈ ചിത്രം രോഗബാധിതരായ നിരവധി പേർക്ക് പ്രത്യാശ പകരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മാഹിർ ഖാൻ പറഞ്ഞു. ഇവിടെ ഒരു മിഷൻ ഘടിപ്പിച്ചിട്ട് ഒരു കൈ കൊണ്ട് പൊത്തിപ്പിടിച്ചാൽ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. 2 സർജറി, കീമോ, റേഡിയേഷൻ ഒക്കെ കഴിഞ്ഞ ഈ ശരീരത്തിൽ ഇനി ഒന്നും ബാക്കിയില്ല. എല്ലാവരും വിധി എഴുതി, ദൈവം മാത്രം വിധി എഴുതിയില്ല. മൈഫ ക്രിയേഷൻസിന്റെ ബാനറിൽ RR രജീഷ് നിർമ്മിച്ച വൈറ്റ് ഡ്രോപ്സിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് വിനോദ് കാഞ്ഞങ്ങാടാണ്. കൊല്ലം തുളസി അടക്കമുള്ള പ്രമുഖ താരങ്ങളും ഈ ചിത്രത്തിൽ വേഷമിട്ടിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.